ഇതാ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് മീൻ, അതും പല വെറൈറ്റിയിലുള്ള മീനുകളുണ്ട്. മച്ചാൻ നമ്മളെ പല പല മീനെടുത്ത് കാണിക്കുന്നുണ്ട്. മച്ചാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാലിക്ക്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് ആവോലിയാണ്. അപ്പം ഷാപ്പിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആവോലി മേടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. ഇതാ നല്ല വലുപ്പമുള്ളൊരു 9 നമുക്ക് എടുത്തു തരുന്നുണ്ട് മാലിക്ക്. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരും, ബാക്കി നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ശേഷം സ്ക്രീനിൽ കാണാം. ലണ്ടനില് ഷാപ്പുണ്ട്, കള്ള് ഷാപ്പുണ്ട്. ശരിക്കും കള്ള് ഷാപ്പുണ്ട്. അല്ലെ പോയിട്ടുണ്ടോ? അപ്പൊ നമ്മള് ലണ്ടനിലെ ആ ഷാപ്പിൽ പോയി നമുക്ക് ഇച്ചിരി മീൻകറി സംഭവം. അതായത് ഇന്ന് നമ്മുടെ ഇങ്ങനെ വെച്ചോ ഉഗ്രൻ മത്തിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇന്ന് നമ്മൾ പൊളിച്ചടിച്ചേ. ഞാൻ പിടിക്കാം. നമ്മൾ വണ്ടിയിലാണ്. നമ്മുടെ വാറ്റ്ഫോർഡ് ബോയ്സ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കളത്തില്. ബോയ്സ് ഒന്നും പറയല്ല, 10-35 വയസ്സായി എല്ലാത്തിനും. നമ്മളവിടെ നേരെ ഷാപ്പിലോട്ട് പോവാണ്. ഷാപ്പിൽ പോയിട്ട് ഇതൊക്കെ നടക്കുവോ? നിങ്ങളിത് പറഞ്ഞ് 2-3 മണിക്കൂർ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. എന്റെ പൊന്നു ഷെഫേ, വല്ല സംഭവിക്കുവോ? തീർച്ചയായിട്ടും ഇറക്കുവോ? മത്തി നമ്മള് ഓംലെറ്റ് പൊരിക്കുവോ? ഓംലെറ്റ് നമ്മൾ കറി വെക്കും. തകർക്കോ? കളിഷാപ്പ് കാണിക്കുവോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ സെറ്റപ്പാ. ആയിക്കോട്ടെ. ആവോലിന് എന്തോ സ്പെഷ്യൽ സാധനം ഇങ്ങനെ കണ്ടുപിടിച്ച എന്തോ സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. വല്ലതും നടക്കുവോ? എനിക്ക് ആവോലി മത്തി മതി. ആവോലി മത്തി മാത്രം മതിയോ? 2 കള്ളും. ഇതിന് മാത്രം രാശിയാണ് എന്താ വേണ്ടത്? സ്വസ്ഥത കുറച്ച് കുറവായിരിക്കും കേട്ടോ. കള്ളുഷാപ്പ് കാണാനായിട്ട് നമ്മള് അതെ, യുകെയില് കള്ളുഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കാൻ കൊണ്ടുപോകണോ അല്ലെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. ഇനി യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒന്നും കണ്ടില്ല, കൊണ്ടാ ഞങ്ങൾ പഞ്ഞി കിട്ടാറ് 2 മാസം അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. കള്ളുഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു മേടിച്ച് കൊണ്ടുപോകണമെന്ന് പറയും. എന്തായാലും ഞങ്ങൾ തകർക്കും ഗൈസ്, എല്ലാം പൊളിക്കും, തകർക്കും. വിത്ത് വഞ്ചിനാട് കിച്ചൺ നമ്മളെന്ന് പൊളിക്കും. ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവാണ്. വലിയ മീനുണ്ട്, ഒരു കൊട്ട മീൻ മൊത്തം കാറിനകത്ത് കയറ്റി ഐസെല്ലാം ഇട്ട് നല്ല സെറ്റ് ആക്കി വെച്ചേക്കുവാണ്. ഇന്ന് വഞ്ചിനാട് കിച്ചണിൽ എന്തെല്ലൊക്കെയോ ചെയ്യുന്ന വിനോദ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ കള്ളുഷാപ്പ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് കാറിൽ കയറി ഇരുന്ന ഞങ്ങൾ 3 മണിക്കൂറായി ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. അതാ ഉദ്ദേശിച്ചത്. മച്ചാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നല്ലേ? ഞാൻ മലയാളം മീഡിയം കേട്ടോ, അതുകൊണ്ടാ സോറി. വെൽക്കം ടു വഞ്ചിനാട് കിച്ചൺ. ഐ ആം ഷെഫ് ബിനോജ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. UK ഷാപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ? ദാ അടിപൊളി ഒരു കള്ള് ഷാപ്പാണ് കിടക്കുന്നത്, നോക്കിയേ. അപ്പൊ ഷാപ്പിൽ വന്നാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നേ? ഷാപ്പിൽ വന്നാൽ കള്ളു കുടിക്കും. കള്ളും മീൻകറി, കള്ള്, കപ്പ. ഇതാണ് നമ്മുടെ രീതി. ഇത് ഷാപ്പിന്റെ മുതലാളി അറിയിക്കുന്നത്. ആളുടെ പേര് ബിലോയി. ബിലോച്ചാ, ഈ ഷാപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1 വർഷമായുള്ളൂ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, യുകെയിലെ ഷാപ്പിന്റെ മുതലാളിയാണ്, ഷാപ്പിന്റെ മുതലാളി അല്ല. അതോട് ശ്രദ്ധിക്കണം. ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ തപ്പി നടന്ന സാധനമല്ലേ ഇവിടെ കിട്ടിയത്. അപ്പൊ നമ്മൾ ഷാപ്പിൽ ഇന്ന് നമ്മൾ പൊരിക്കാൻ പോകുന്നത് ഉഗ്രൻ ആവോലി. ഈ ആവോലി നമ്മൾ ഇന്ന് കറി വെക്കും. അതിൻ്റെ കൂടെ കിടിലൻ കപ്പ ഉപയോഗിച്ചതും. ബിലോച്ചാന്റെ ഫാമിലി എല്ലാം ഉണ്ട്. ആൻസി ചേച്ചി ഹലോ പറഞ്ഞ ആൻസി ചേച്ചി. ജോർബിൻ മോടെ പേരെന്താ ചേച്ചി? ജിസൽ, ജിബോ. മുന്നു വന്നേ പോകും. അതെ, വാ ജിബോ, വാ. അപ്പൊ നമ്മള് സന്ധ്യയാകാറായി. നമ്മള് പടയെന്ന് നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോവാം. ഓക്കെ, നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആരാ? റിനേഷ് മച്ചാനാ. റിനേഷിനെ ഓനെ നമുക്ക് ഇതിൽ വരുത്തണ്ടേ, വീഡിയോ വരുത്തണ്ടേ? അല്ലല്ല, നീ സർപ്രൈസ് വേണ്ട, നിന്റെ സർപ്രൈസ് ഒന്നും വേണ്ട. നീ ഇനി വന്നാ മതി, അവിടെ ആരും പിടിച്ചോളും. അത് പിടിച്ചോണ്ട് നിന്നാ മതി. ഓക്കെ,
റിനേഷോട് വന്നപ്പോൾ നമ്മുടെ കോറം പൂർത്തിയായിട്ടുണ്ട്. കാസ്പ്രേട്ടൻ പുതിയതായിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത്. രാജേഷിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. റിനേഷ്, വിഷ്ണു. അപ്പൊ നമ്മള് നമ്മുടെ കറിയിലേക്ക് കടക്കുകയാണ്. 2 ഷെഫന്മാരും കൂടി ഇന്ന് എന്ത് കാണിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇന്ന് വഞ്ചനാട് കിച്ചൻ ഈ സാധനം വെച്ച് പൊളിക്കും തോന്നുന്നു. വേണ്ട നമ്മുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ആവോലി ക്ലീൻ ചെയ്യുന്നു. അവിടെ ആണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കറിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജേഷും വിഷ്ണു ഒക്കെ. ആവോലി ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആവോലി നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക നോക്കി. പക്ഷേ അടിപൊളി മീനാണ് ആവോലി. ആവോലി ഫ്രൈ ചെയ്യാനും കറി വെക്കാനൊക്കെ മുറ്റാ സാധനം. നമ്മൾ ഷാപ്പിൽ വന്നുകൊണ്ട് കറിക്കാണല്ലോ പ്രാധാന്യം. അപ്പോൾ നമ്മൾ കറിയാണ് നോക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ടേ ഒന്ന് വരയണം ചെറുതായിട്ട്. വിഷ്ണുവേ, എന്തോ പരിപാടി? ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞോണ്ടിരിക്കുന്നു. കപ്പ നേരത്തെ കയറ്റിക്കോ. മീൻകറി ആകുന്നതിന് മുമ്പ് കപ്പ നമുക്ക് കഴിക്കാനുള്ള പരിപാടി. കപ്പ ഫ്രോസൺ ആണ്. ഫ്രോസൺ കപ്പ ഇവിടെ കിട്ടത്തുള്ളൂ. ഇന്ന് കഴുകി നമുക്ക് ചെറുതായിട്ട് വേവിക്കാൻ വേണ്ടി അറിയണം. നമുക്ക് രാജേഷിനെ ഏൽപ്പിക്കാം. രാജേഷ് നിൽക്കുന്നുണ്ടോ? ഈ ഭാരിച്ചിത്രത്ത് നിന്നെ തന്നെ ഏൽപ്പിക്കും. മച്ചാ, നമ്മുടെ മീൻകറിയുടെ ഉരുളി വെക്കാൻ പോവാ കേട്ടോ. അടുപ്പ് കത്തിക്കുക. നമുക്ക് കപ്പയ്ക്കുള്ള മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഒക്കെ വിഷ്ണു കപ്പ റെഡിയാക്കുന്ന വിഷ്ണു ആയിരുന്നു. നോക്കി വിഷ്ണുവേ, എത്ര കിലോ കപ്പയുണ്ട്? 5 കിലോ കപ്പയുണ്ട്. മീൻകറിക്ക് പറ്റിയ സാധനം കുഴച്ചെടുക്കുന്നതല്ലേ. വെങ്കായമില്ല കേട്ടോ. ഇനിയിപ്പം വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പേ വെക്കുക. അപ്പൊ ഷാപ്പിലെ മീൻകറി. അപ്പൊ നമ്മൾ അത് തുടങ്ങാൻ പോവാണ്. ആദ്യം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൊണ്ട് വെച്ചോട്ടോ. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടായിരിക്കുന്നത്. ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇടണം, ഉലുവ ഇടണം, ഇഞ്ചി വെളുത്തുള്ളി ഇടണം, കറിവേപ്പില ഇടണം, കുഞ്ഞുള്ളി ഇടണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വിലോച്ച കടുക് ഇട്ടേക്കട്ടെ. വിലോച്ച അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കും. ഉലുവ എത്രണ്ണം വിളിച്ചു? വെളുത്തുള്ളി 15 വെളുത്തുള്ളി. ഇഞ്ചി ഒരു 300 ഗ്രാം കൂടുതലുണ്ടല്ലേ? 350 ഗ്രാം. നമ്മളൊരു 9 ആവോലി എടുത്തിട്ടുണ്ട്. 9 ആവോലി. അപ്പം അതിനാവശ്യത്തിന് നമുക്ക് വേണ്ട സാധനം. മീൻകറിക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവർ വരുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പിലയും കുഞ്ഞുള്ളിയും ഇട്ട് കൊടുക്കാം. പക്ഷേ മലയാളികൾക്ക് കരിവേപ്പില കഴിഞ്ഞിട്ടുള്ളൂ. വേറെ നമുക്ക് നമ്മളെ സ്റ്റൈലിൽ ഫുഡ് ആവുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയില്ലേ? നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇടാം. കല്ലുപ്പാണ് നല്ല ഫ്ലേവർ വരുന്ന സാധനം. ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 200 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി. നന്നായിട്ട് ഇളക്കിക്കുക രാശേ. മസാല നന്നായിട്ട് മൂക്കണം. ഒരു മണമൊക്കെ അടിക്കുന്നുണ്ടോ കാശ്മീരേട്ടാ? ഓക്കെ, നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചേ രാശേ വെള്ളം. ശരിയാട്ടോ. വെള്ളം ഒഴി.
നിർത്തിക്കേ നന്നായിട്ട് ചുറ്റി എടുക്കണം. അതിൻ്റെ കളർ ഇങ്ങോട്ട് ഇറങ്ങണം. മസാല നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻകറിയുടെ മർമ്മപ്രധാനമായിട്ടുള്ള സാധനം കുടംപുളി, നാട്ടിൽ നിന്ന് ഇറക്കിയതാ. കുടംപുളി ഇട്ട് കൊടുക്കാം. ഇളക്കി രാശേ. മീനിടുന്നതിന് മുമ്പേ അതിൻ്റെ ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനാ. മസാല ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ആവോലി. വിലോച രാവോലി എടുത്തിട്ടേ. എന്താ വിലോച മാറിയിരിക്കുന്നേ? ഷാപ്പിന്റെ മുതലാളിയാണ് അത്ര. ഇട്ടു എല്ലാരും ഓരോന്ന് വാരിയിടേ. ചേച്ചി വാ, ഓടി വാ ചേച്ചി. ഇടയിടേ. ഇന്ന് ആവോലി കൊണ്ട് നമ്മളൊരു കളി കളിക്കും. ഇനി നമ്മൾ ഇളക്കത്തില്ല. മീനിട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇളക്കത്തില്ല. അല്പം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിവെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് മീനിന്റെ പുളി നോക്കിയിട്ട് നമുക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കിനിയും ബിലോയിച്ചാനെ കൊണ്ട് ആൻസി ചേച്ചിയെ കൊണ്ട് ഇത് അടച്ചു വെപ്പിക്കാം. ആൻസി ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ചേച്ചിയുടെ പേര് ചേച്ചി ഷെറിൻ. ഓക്കെ ഷെറിൻ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഓടി വാങ്ങോ. വാങ്ങണ്ടേ. ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ജിബോ. അടച്ചു പിന്നെ ഒരു ചടക്കാട്ട് വരും. ഹൗസ് ഓണറെ മറ്റേ ഫ്രണ്ടും ഫാമിലി അടച്ചില്ലെങ്കിൽ ദോഷമാണ്. അവിടെ ഇരുന്ന് അങ്ങോട്ട് തിളക്കട്ടെ ഒരു 20 മിനിറ്റ്. ഈ അടപ്പൊന്ന് മാറ്റിക്ക്, നമുക്ക് നോക്കാം. ചൂടാ. ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നോക്കി തീ കുറച്ചിടണം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. കപ്പയ്ക്കുള്ള അരപ്പ് നമുക്ക് അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാം. കപ്പ അവിടെ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. വെളുത്തുള്ളി, ജീരകം, കാന്താരിയൊക്കെ തേടി നാട്ടിൽ നിന്ന് ഇറക്കിയത്. നോക്കി കറിവേപ്പില, തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് അവസാനം ഒരു താളിപ്പൂടെ. കപ്പയ്ക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അരപ്പിന് വേണ്ടി ശകലം കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും നന്നായിട്ട് നീ ഒന്ന് ഒതുക്കിയെടുക്കണം. ഹാഫ്രേട്ട കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ഊരിയിട്ടേ. കുറച്ച് നേരം ചെറുപുളി ഇരിക്കണം, അതുകൂടി ഇങ്ങോട്ട്. ദാവോലിയിലെ എണ്ണയൊക്കെ തേണ്ടേ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് ഓഫ് ചെയ്യാൻ പോവാം. ഫൈനൽ ടേസ്റ്റിംഗ് ഉപ്പൊക്കെ നോക്കുവാണ്. ഇതാ നമ്മുടെ ഷാപ്പിലെ ആവോലിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിനി തീയൊക്കെ ഓഫ് ചെയ്യാൻ പോവാം. അല്പം കറിവേപ്പിലോടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നാ പറയുന്നു? ഇതാ നമ്മുടെ വിഷ്ണു കപ്പയൊക്കെ നല്ല പഞ്ഞി പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നോക്കി ഇതിന് ഒരു താളിപ്പല്ലേ? താളിപ്പിന് വേണ്ടി വേണ്ടത് നമ്മുടെ വിഷ്ണു താളിപ്പ് റെഡിയാക്കുവാണ്. അടിപൊളി. ഇതാണ് നമ്മുടെ താളിപ്പിനുള്ള കടുവൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി, കറിവേപ്പില, വറ്റലമുളക്, താളിപ്പ് റെഡി. കപ്പ ഇതിന്റെ അകത്തേക്ക് ആക്കുമാണ് നമ്മുടെ വിഷ്ണു ആണ് കപ്പ. വിഷ്ണുവിനൊക്കെ അത് അറിയാന്നേ, അതൊക്കെ ചെയ്യാൻ അറിയാം. ഹോട്ടലിനായിട്ട് പഠിക്കുന്നതിന് മുമ്പ് കപ്പ വെച്ച് തുടങ്ങിയത്. അതെ, വിഷ്ണുവിനൊക്കെ അത് അറിയാന്നേ. ഇല്ലാതെ വിഷ്ണുവിനൊക്കെ അത് അറിയാം. ഇതാ നമ്മുടെ ഷാപ്പിലെ മീൻകറി ആവോലി റെഡി ആയിട്ടുണ്ട്. നമ്മളെന്നോട്ട് നമ്മുടെ താലത്തിലോട്ട് മാറ്റുക. നോക്കി എങ്ങനെയുണ്ട് സംഭവം? കാസർഗോട്ടാ കൊതിയൂറുന്നു. അത്രേ ഉള്ളൂ. അതോ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? വിളമ്പല് മാത്രമേ നമ്മൾ എപ്പോഴാണ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? വേണ്ടത് അതുകൊണ്ട് അതിന് ഒഴിക്കുമല്ലേ പിന്നെ അതെല്ലാം. വിലോച്ച ഷാപ്പ് മുതലാളി വായോ. അതോ
കണ്ണൂരും മറ്റേ ഏതാണ്ട് പയ്യന്നൂർ കോളേജ് ആ അതെ മത്തിയുടെ മണമായിരുന്നു ബിരിയാണിയുടെ മണമായിരുന്നത്. ചാറ് അങ്ങോട്ട് ഒഴിക്കട്ടെ. കപ്പയ്ക്കല്ലേ നമ്മൾ ചാറ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നോക്കി എന്നാ ചാറ നോക്കി. നമ്മൾ എന്ത് ഭക്ഷണം എടുത്താലും അതൊന്ന് പ്രസന്റ് ചെയ്യുന്നതിനകത്താണ് നമ്മുടെ കരവിരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ചില താളിപ്പ് മേളിൽ കൂടെ കറിവേപ്പില, കുഞ്ഞുള്ളി, വറ്റലമുളക്. അതാണ് നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. വിഷ്ണുവേ കപ്പ റെഡിയാണ്. അടിപൊളി. ഷാപ്പിലെ ഇടിച്ച കപ്പ. ഇതാ നമ്മുടെ കപ്പയും ആവോലിക്കറിയുമായിട്ട് നമ്മുടെ ഷാപ്പിനകത്തോട്ട് പോവാണ്. ഷാപ്പിന് മുതലാളി നമുക്ക് കള്ളും കൊണ്ട് തരുന്നുണ്ട്, നല്ല ഉഗ്രം കള്ള്. അപ്പൊ ഇനി ഷാപ്പിനകത്ത് കാണാം. സ്വന്തം വീട് കണ്ടോ? അല്ല ചെറുതാ സ്വന്തം വീട് കണ്ടോ? കാത്തിരിപ്പിന് വിരാമം കിട്ടുകൊണ്ട് കള്ളം തുറന്നേ, കുടം തുറന്നേ മച്ചാനെ. ഇത് നമ്മുടെ വീഡിയോ മുഴുവൻ പിടിച്ചിരുന്ന റിനേഷ് ആയിരുന്നു. റിനേഷ് ലാസ്റ്റ് ഫ്രെയിമിലെ പാവത്തിനെ കാണും. ബിനോജേ നമുക്ക് പെട്ടെന്ന് സംഭവം സർവം മറക്കുക. നമ്മളെ ഷാപ്പിലെ കപ്പയും ആവോലിക്കറി എല്ലാരും പെരുക്കിക്കൊണ്ടിരിക്കുക. ഷാപ്പിന്റെ മുതലാളിയോട് തന്നെ ചോദിക്കുക, എങ്ങനെയുണ്ട് ഷാപ്പ്? അടിപൊളി, എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ് ആണ്. ബിജോ എങ്ങനെയുണ്ട്? അടിപൊളി, റെക്കമെൻഡിങ്, താങ്ക് യു ഹൈലി റെക്കമെൻഡ്. നമ്മുടെ എല്ലാ ചങ്കുകളും ഉണ്ട്. രമേശ് അതെ സംഭവം നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തോ, നിങ്ങൾ അത് വരുമ്പോ ഞങ്ങൾ കഴിക്കാൻ പോവാം. ഒരു രക്ഷയില്ല. വീഡിയോ ഒക്കെ നാളെ നിങ്ങൾ ഇതിപ്പോ കിട്ടുള്ളൂ. ഇതൊരു ഫണ്ടിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷാപ്പാണ് കേട്ടോ, ഷാപ്പ് മോഡല്. ഇത് അന്വേഷിച്ച് ആരും ഇവിടെ കള്ളു കിട്ടുന്നോണ്ട് വരല്ലേ, ജസ്റ്റ് തേങ്ങാവെള്ളം. നല്ല തല്ലും കിട്ടും. അതെ. അപ്പം അടുത്ത ദിവസം കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്. ബൈ.